ഇന്നത്തെ യാത്ര ദക്ഷിണകാശി എന്ന് അറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. കിഴക്കേ നടയിൽ 2 വിശാലമായ ഗോപുരങ്ങളുണ്ട്. ആ ഗോപുരം കയറി ഇറങ്ങുമ്പോൾ പടിഞ്ഞാറോട്ട് ദർശനം നൽകി ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട്. അവിടുത്തെ ദർശനം കഴിഞ്ഞ് വിശാലമായ മണൽപ്പരപ്പിൽ കൂടി നടക്കണം. വാഹനം അങ്ങേ സൈഡിൽ കൂടി കൊണ്ടുവന്ന് വേണമെങ്കിലും പാർക്ക് ചെയ്യാം. കിഴക്കും പടിഞ്ഞാറുമായി വലിയ 2 ആൽത്തറകൾ കാണാം. ഈ 2 ആൽത്തറയിൽ പരബ്രഹ്മം കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ശ്രീകോവിലോ പ്രതിഷ്ഠയോ മറ്റ് പൂജാവിധികളോ ഒന്നുമില്ലാത്ത ഒരു ക്ഷേത്ര സങ്കല്പമാണ് ഓച്ചിറ പരബ്രഹ്മം. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ. മഹാദേവ സങ്കല്പത്തിൽ 2 ആൽത്തറകളും കാവും അടങ്ങുന്നതാണ് ഈ ക്ഷേത്രം. ഒരു ശ്രീകോവിലിൽ ഒതുക്കി നിർത്താൻ പറ്റാത്ത ഈശ്വര സങ്കല്പമാണ് പരബ്രഹ്മ ക്ഷേത്രം. ഓം എന്നാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം. വിശാലമായ ആ മൈതാനം കടന്ന് ആൽത്തറയിൽ വരുമ്പോൾ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന കാളകളെ കാണാം. ഈ കാളകളെ ഓച്ചിറക്കാള എന്നാണ് അറിയപ്പെടുന്നത്. ശിവൻ്റെ വാഹനമായ കാള ആയതിനാൽ ഈ ക്ഷേത്രത്തിലെ കാളകൾക്ക് വളരെ പ്രാധാന്യം ഉള്ളതാണ്. ഭക്തർ വരുമ്പോൾ ഈ കാളയെ തൊഴുത് കാണിക്ക് അർപ്പിച്ചതിന് ശേഷമാണ് ആൽത്തറയിലേക്ക് പോകുന്നത്. വലിയ നടപ്പന്തൽ കടന്ന് ആൽത്തറയിൽ ചെല്ലുമ്പോൾ അവിടെ നിറയെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചേക്കുന്നത് കാണാം. അത് ക്ഷേത്ര വിധിപ്രകാരം പ്രതിഷ്ഠിച്ചിട്ടുള്ളതല്ല. ഇതാണ് കളമെഴുത്ത് പാട്ട്. എല്ലാ ഞായറാഴ്ചയും 2:30-ക്ക് ശേഷം ഇവിടെ കളമെഴുത്ത് പാട്ട് ഉണ്ട്. ജലധാര, കരിക്കുംധാര, കൂവളമാല ഇതാണ് ഇവിടുത്തെ മുഖ്യ വഴിപാട്. കിടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുക, അതും ഒരു മുഖ്യ വഴിപാടാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളും ശാരീരിക അസ്വസ്ഥതകളും അനുഭവിക്കുന്നവർ അവിടെ തടിയിൽ തീർത്ത ആൾരൂപങ്ങളുണ്ട്. അത് വാങ്ങി തലക്കൊഴിഞ്ഞ് നടയിൽ അർപ്പിക്കുന്നത് മുഖ്യ ഒരു വഴിപാടാണ്. ഈ ആൽത്തറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പാർവതി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവിടുത്തെ മുഖ്യ വഴിപാട് കിടാവിളക്കിൽ എണ്ണയൊഴിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നതാണ്. മഹാദേവ സങ്കല്പം ആണെങ്കിലും ഈ ആൽത്തറയെ വലം വെച്ച് മഹാദേവനെ നമുക്ക് തൊഴാവുന്നതാണ്. ഇതിൻ്റെ പടിഞ്ഞാറ് സൈഡിലും ഒരു ആൽത്തറയുണ്ട്. ആ ആൽത്തറയിലും
ഈ ആൽത്തറയിലെ അതേ സങ്കല്പവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആണ്. ഇവിടുത്തെ മുഖ്യ പ്രസാദം അവിടുത്തെ തന്നെ മണ്ണിൽ നിന്നെടുക്കുന്ന ചെളിയും ഭസ്മവും ആണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സർപ്പദോഷം മാറുവാൻ വേണ്ടി പുള്ളുവൻ പാട്ടും പാടിക്കുന്നു. പടിഞ്ഞാറേ ആൽത്തറയ്ക്ക് വടക്കു ഭാഗത്തായിട്ടാണ് ഉണ്ടിക്കാവ്. പരബ്രഹ്മം ഉണ്ട് എന്ന സങ്കല്പത്തിൽ നിന്ന് ഉണ്ടായതാണ് ഉണ്ടിക്കാവ്. ഇവിടെ നാഗദൈവങ്ങൾക്കാണ് പ്രാധാന്യം. തറനിരപ്പിൽ നിന്ന് ഉയർത്തിയാണ് ഇത് പണിതിരിക്കുന്നത്. മറ്റ് കേടുപാടുകളും കാര്യങ്ങളും ഒന്നും വരുത്താതെ സംരക്ഷിക്കാൻ വേണ്ടി ചുറ്റുമതിലും കെട്ടിയിരിക്കുന്നു. ഭക്തർ ഇവിടെ വന്ന് അനേക നേരം വിശ്രമിച്ചതിന് ശേഷമാണ് പോകുന്നത്. ഓച്ചിറ ക്ഷേത്രത്തിലെ 8 കണ്ടത്തിലും ഉരുളുന്നത് ഇവിടുത്തെ വേറൊരു വിശ്വാസമാണ്. ത്വക്ക് രോഗങ്ങൾക്കും മറ്റ് കാര്യം സാധിക്കുവാനും വേണ്ടി ഇത് വഴിപാടായി നടത്തുന്ന ഭക്തരും ഉണ്ട്. ഇതിനെ 8 കണ്ടം വഴിപാട് എന്ന് പറയും. ആരോരുമില്ലാത്ത ഒരു അഗതി ആശ്രയ കേന്ദ്രം കൂടിയാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. അന്നദാനമാണ് ഓച്ചിറ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട്. ഓച്ചിറക്കഞ്ഞി എന്ന നാമത്തിൽ പ്രസിദ്ധമായ അന്നദാനമാണ് ഓച്ചിറ കഞ്ഞി. ക്ഷേത്ര കൗണ്ടറിൽ പണമടച്ച് ഏത് ഭക്തനും ഈ ഓച്ചിറക്കഞ്ഞി അന്നദാനത്തിലേക്ക് വഴിപാട് ചെയ്യാവുന്നതാണ്. എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ കർക്കിടക സദ്യ എന്ന പേരിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന അന്നദാനം ഇവിടുന്ന് നൽകി വരുന്നു. ശബരിമല ഉത്സവത്തോട് അനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിലും വൃശ്ചികം 1 മുതൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഉണ്ട്. 12 വിളക്ക് ഉത്സവം എന്ന് ഇതിന് പറയപ്പെടും. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം തിരുവനന്തപുരം നാഷണൽ ഹൈവേയുടെ റോഡ് സൈഡിൽ തന്നെയാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം.